Hey my angels, എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇറ്റ്സ് റിഗാർഡിങ് ആക്റ്റീവ്സ്. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ആക്റ്റീവ്സ് എന്താന്ന്. അറിയാൻ പാടില്ലെങ്കിലും ചില ആൾക്കാരൊക്കെ ആക്റ്റീവ്സ് എന്താന്ന് അറിയാണ്ട് പല ആക്റ്റീവ്സ് നമ്മളുടെ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഫോർ എക്സാമ്പിൾ വിറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ്, കോജിക് ആസിഡ്, ഇതൊക്കെ ആക്റ്റീവ്സ് ആണ് കേട്ടോ. അപ്പൊ ഇത് നമ്മളൊരു സീരീസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് നമ്മുടെ ഇൻ ഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ബേസിക് ധാരണ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാണ്ട് ഞാൻ ഇതിന്റെ ഇൻ ഡെപ്ത് ആയിട്ട് അതിന്റെ ഡെറിവേറ്റീവ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എത്രത്തോളം നമ്മുടെ തലയിലേക്ക് കയറുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സോ സ്കിൻ കെയറിനെ പറ്റിയും അല്ലെങ്കിൽ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു സപ്പോർട്ടാണ് ഈ ഒരു വീഡിയോ എന്നാണ് സപ്പോർട്ട് ആകുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ആൻഡ് ഓൾസോ നമ്മൾ ഈ വീഡിയോന്റെ എൻഡിൽ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളാണ്. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പൊ ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ആക്റ്റീവ്സിനെ പറ്റിയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആക്റ്റീവ്സ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് നമ്മളുടെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഓക്കെ, നമ്മുടെ സ്കിൻ കെയറിൽ എല്ലാ സ്കിൻ കെയറിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അത് മെയിൻ ആയിട്ട് നമ്മൾ ഓരോ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ് ഈ ആക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വിറ്റമിൻ സി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബ്രൈറ്റനിങ്, അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഹൈലറോണിക് ആസിഡ് എന്തിനാണ്? ഹൈഡ്രേഷന് വേണ്ടിയിട്ട്. അങ്ങനെ പല കൺസേൺസിന് വേണ്ടി നമ്മൾ പല ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിൻ കെയറിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അതാണ് നമ്മൾ ആക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സീറംസ്, മെജോറിറ്റി സീറംസും നമ്മൾ ആക്റ്റീവ്സ് തന്നെയാണ്. ഓക്കെ, വിറ്റമിൻ സി സീറം ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, കോജിക് ആസിഡ് ഉണ്ട്, ട്രാൻഎക്സാമിക് ആസിഡ് ആണ്, ഒത്തിരി ആസിഡ്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി സീറംസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത്? ആക്റ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഈ സീരീസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കൺസേണിനെ പറ്റിയായിരിക്കും. ആ കൺസേണിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്റ്റീവ്സ് അല്ലെങ്കിൽ സീറംസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ബ്രൈറ്റനിങ്ങും പിഗ്മെന്റേഷനും ആണ്. വിച്ച് ഇസ് ലൈക്ക് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. ബിക്കോസ് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാറുണ്ട്, ചേച്ചി ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സീറമാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ട് എന്ത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഭയങ്കര ഡിമാൻഡിങ്, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്രൈറ്റനിങ് ആൻഡ് ഓൾസോ പിഗ്മെന്റേഷൻ. സോ ഞാൻ ഓർക്ക് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് ഓൾസോ വീഡിയോ തുടങ്ങുന്ന മെയിൻ കാര്യം പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്റെ ഫ്രണ്ട് ഉണ്ട്, ഡോക്ടറാണ് പുള്ളി, ഡോക്ടർ വിഷ്ണു ആണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഇതിനെ പറ്റി കോഴ്സ് ചെയ്തിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഭയങ്കര അറിവുള്ള ഒരാളൊന്നും അല്ല. സോ ഇങ്ങനത്തെ ഒരു സീരീസ് എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം വന്നപ്പോൾ തന്നെ എന്താ പറയാ, ഞാൻ ആ പുള്ളീനെയാണ് വിളിച്ചത്. എന്താ എനിക്ക് പറഞ്ഞത്? ബിക്കോസ് പുള്ളിക്ക് ഭയങ്കര അടിപൊളി നോളജ് ആണ് ഈ ഒരു ഏരിയനെ പറ്റിയിട്ട്. സോ എനിക്ക് ഭയങ്കര പേഷ്യന്റ്ലി ഇരുന്നിട്ട് എനിക്ക് ഇൻ ഡെപ്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ടോ, വളരെ ക്ഷമയോടെ. സോ ബിഗ് ഷൗട്ട് ഔട്ട് ആൻഡ് ബിഗ് താങ്ക്സ് ടു ഡോക്ടർ വിഷ്ണു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളിങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഓരോ ചാപ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ ഓരോ എപ്പിസോഡിലും നമുക്ക് ഓരോ കൺസേൺ സംസാരിക്കാന്ന് പറഞ്ഞു. സോ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ബ്രൈറ്റനിങ് ആൻഡ് പിഗ്മെന്റേഷൻ ആണ്. അപ്പൊ ബ്രൈറ്റനിങ് ആൻഡ് പിഗ്മെന്റേഷൻ നമുക്ക് എന്തൊക്കെ സീറംസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ആക്റ്റീവ്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ബ്രൈറ്റനിങ്ങിന് വേണ്ടി നമ്മൾ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന സീറംസ് എന്ന് പറയുന്നത് വിറ്റമിൻ സി, ആൽഫ ആൽബുട്രിൻ, നയാസിനമൈഡ്, പിന്നെ നമ്മുടെ ട്രാൻഎക്സാമിക് ആസിഡ്. നയാസിനമൈഡ് പല കാര്യത്തിനും യൂസ് ചെയ്തിട്ടോ. പിന്നെ ട്രാൻഎക്സാമിക് ആസിഡ്, അസീലിക് ആസിഡ്, അങ്ങനെ കുറെ സീറംസ് ഉണ്ട് അല്ലെങ്കിൽ കുറെ ആക്റ്റീവ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇതൊക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്ത് വരുന്ന എന്താ പറയാ ആക്റ്റീവ്സ്. ആൻഡ് ഓൾസോ ചിലതൊക്കെ വേറെയും പല കൺസേൺസ് നമ്മൾ യൂസ് ചെയ്യും. സോ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് കാണാൻ വേണ്ടി പോകുന്നത് ബ്രൈറ്റനിങ് ആൻഡ് പിഗ്മെന്റേഷൻ എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ അതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ വിറ്റമിൻ സി ആണ്. അതാണ് പോപ്പുലർ, അതാണ് നമ്മൾ മെജോറിറ്റി ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 to 5% ഉള്ള ആ ഒരു ഇതിലുള്ള അല്ലെങ്കിൽ ആ 2 to 5% ആയിട്ടുള്ള വിറ്റമിൻ സി വേണം നിങ്ങൾ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ നിങ്ങളുടെ സ്കിന്ന് അതിന്റെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നനുസരിച്ചിട്ട് അതിന്റെ ഒരു
എന്താ പറയാ അതിന്റെ ഒരു പെർസെന്റേജ് നിങ്ങൾക്ക് കൂട്ടി ഒരു 10 to 12 വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതാണ് ഒരു ബിഗിനർ ആണെങ്കിൽ ചെറിയ ഒരു പെർസെന്റേജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് നമ്മുടെ സ്കിൻ അതായിട്ട് അഡാപ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം പെർസെന്റേജ് കൂട്ടിക്കൊണ്ടുവരിക. വിറ്റമിൻ സിന്റെ ഒരു പ്യോറസ്റ്റ് ഫോം ആണ് അസ്കോബിക് ആസിഡ്. അത് പക്ഷെ അത് എല്ലാവർക്കും പിടിക്കണമെന്നില്ല കേട്ടോ. കുറെ പേർക്ക് അത് ഇറിറ്റേഷൻ വരാം. സോ നമുക്ക് വിറ്റമിൻ സിന്റെ അകത്ത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ വിറ്റമിൻ സി എന്ന് പറയുമ്പോഴത്തേക്കും ബ്രൈറ്റനിങ്ങിനും ആൻഡ് ഓൾസോ പിഗ്മെന്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിന്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ UV ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ മാറ്റാനും ഒക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് ഈ ഒരു UV ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ മാറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൺസ്ക്രീനിന്റെ കൂടെ പെയർ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ എഫക്ട് ആവുന്നത്. ഇപ്പൊ ചില ആക്ടീവ്സ് നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും, ചിലത് നമുക്ക് പെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വിറ്റമിൻ സി നമുക്ക് ധൈര്യമായിട്ട് പെയർ ചെയ്യാം. ഡേ ടൈം ആണ് നമ്മൾ ഐഡിയൽ ആയിട്ട് വിറ്റമിൻ സി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പിഗ്മെന്റേഷൻ വരാതിരിക്കാൻ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ മാറാനും ഒക്കെ നമുക്ക് കൂടുതൽ എഫക്ട് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ കൂടെ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ സൺസ്ക്രീൻ പെയർ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ വളരെ സ്റ്റബേൺ ആയിട്ടുള്ള ഒരു പിഗ്മെന്റേഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വിറ്റമിൻ സി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് നമുക്ക് വേറെ ആക്റ്റീവ് ഉണ്ട്, അതിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, പിന്നെ നമുക്ക് സൺ ടാൻ മാറ്റാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ മെലാസ്മ പോലത്തെ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോ ഇത് വിറ്റമിൻ സി എഫക്റ്റീവ് ആവണം എന്നില്ല. അതിന് നമുക്ക് വേറെ എന്താ പറയാ വേറെ ആക്റ്റീവ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇൻഫർമേഷൻ റിഗാർഡിംഗ് വിറ്റമിൻ സി. നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടില്ല ഇപ്പൊ എന്തിനൊക്കെ നമുക്ക് വിറ്റമിൻ സി യൂസ് ചെയ്യാം, എന്തിനൊക്കെ നന്നായിട്ട് എഫക്റ്റീവ് ആവും, എന്തിന്റെ കൂടെ പെയർ ചെയ്യാം, എന്തിന്റെ കൂടെ എന്തൊക്കെ കണ്ടീഷൻസ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ള ഏകദേശം ഒരു ധാരണ കിട്ടില്ലേ. നമ്മൾ സെക്കൻഡ് ആക്റ്റീവ് നോക്കുവാണെങ്കിൽ അത് ആൽഫ ആർബിട്രി എന്ന് പറഞ്ഞൊരു ആക്റ്റീവ് ആണ് കേട്ടോ. ഇത് നമുക്ക് ബെസ്റ്റ് ഫോർ പിഗ്മെന്റേഷൻ ആണ്. ഓൾസോ ഇത് ഭയങ്കര സേഫർ ആണ്, മൈൽഡർ ആണ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര എഫക്റ്റീവ് ആണ്. അപ്പൊ ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ആൽഫ ആർബിട്രിൻ യൂസ് ചെയ്യുന്നതാണ്. ഇതും നമുക്ക് എന്താ പറയാ പെയർ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ പവർ കിട്ടുന്നത്. അതായത് നമ്മൾ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ ബ്രൈറ്റനിങ് ആക്ടീവ്സിന്റെ കൂടെ നമ്മൾ ഇത് പെയർ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ പവർ കിട്ടിയിട്ട് നമ്മൾ കൂടുതൽ എഫക്റ്റീവ് വന്നത്. അതായത് നമ്മൾ വിറ്റമിൻ സിന്റെ കൂടെ ഇത് പെയർ ചെയ്യാം. വിറ്റമിൻ സിന്റെ കൂടെ നമ്മൾ ഈ ഒരു ആൽഫ ആർബിട്രിൻ കൂടി പെയർ ചെയ്തിട്ടുള്ള അതായത് ഈ വിറ്റമിൻ സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രൊഡക്റ്റിന്റെ കൂടെ ആൽഫ ആർബിട്രിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടി പെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂപ്പർ എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ ഇത് നമുക്ക് ലെയർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മളുടെ നെക്സ്റ്റ് ആക്റ്റീവ് വന്നിട്ട് കോജിക് ആസിഡ് ആൻഡ് ഓൾസോ ട്രാൻഎക്സമിക് ആസിഡ് ആണ്. ഇത് നമുക്ക് കോജിക് ആസിഡ് നമുക്ക് 2% വരെയാണ് അപ്രൂവ്ഡ്. ബാക്കി 10% എന്ന് പറയുമ്പോഴത്തേക്കും അത് മെഡിക്കൽ ഗ്രേഡ് ആണ്. മെഡിക്കൽ ഗ്രേഡിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. 2% വരെയാണ് നമുക്ക് അപ്രൂവ്ഡ് ആയിട്ട്, അതായത് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ നമുക്കൊരു സ്റ്റോറിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കിൻ കെയർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡ്സ് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ വേണ്ടി പറ്റുന്നത് 2% വരെയുള്ള കോജിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ ട്രാൻഎക്സമിക് ആസിഡും പിഗ്മെന്റേഷനും അടിപൊളിയാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ആഴ്ചത്തെ എന്റെ ഷോർട്സിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡെർമാക്കോന്റെ കോജിക് ആസിഡ് അല്ല ട്രാൻഎക്സമിക് ആസിഡ് നെസീലിക് ആസിഡ് രണ്ടും കൂടി വരുന്നൊരു സീറം അടിപൊളിയാണ്. എനിക്ക് ഇവിടെ രണ്ട് സൈഡിലും സ്റ്റബൺ പിഗ്മെന്റേഷൻ ആണ്. ഇവിടെ ഭയങ്കരമായിട്ട് അത് ഡിമ്മായി, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്രാൻഎക്സമിക് ആസിഡ് നമുക്ക് 5% വരെയാണ് നമുക്ക് സേഫ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇത് രണ്ടും നമുക്ക് സ്റ്റബേൺ ആയിട്ടുള്ള പിഗ്മെന്റേഷനും മെലാസ്മയ്ക്കും സൺസ്പോട്സിനും നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സോ നിങ്ങൾ ഒരു സൺസ്പോട്സും അല്ലെങ്കിൽ സ്റ്റബേൺ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ഫേസ് അല്ലെങ്കിൽ അത് വെച്ച് സഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ വേണ്ടി പറ്റിയ സീറം അല്ലെങ്കിൽ ആക്റ്റീവ് ആണ് കോജിക് ആസിഡ് ആൻഡ് ട്രാൻഎക്സമിക് ആസിഡ്. ഇത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ സ്കിൻ കെയറിലേക്ക് ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര വ്യത്യാസം വരും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സംസാരിക്കാൻ വേണ്ടി പോകുന്ന ആക്റ്റീവ് വന്നിട്ട് അസീലിക് ആസിഡ് ആണ്. അസീലിക് ആസിഡ് നമുക്ക് 20% വരെ യൂസ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വളരെ സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഇപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് വിറ്റമിൻ സി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഐ എം വെരി അലർജിക് ടു വിറ്റമിൻ സി. സോ എനിക്ക് എന്റെ ഡോക്ടർ തന്നിട്ടുള്ളതാണ് അസീലിക് ആസിഡ്. അപ്പോൾ 20% വരെയുള്ള അസീലിക് ആസിഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓയിന്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിന് ഇത് വളരെ സേഫ് ആണ്. റെഡ്നെസ് നമ്മുടെ ഫേസിൽ ഭയങ്കര റെഡ്നെസ് ഉണ്ടെങ്കിൽ അതൊന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടി അസീലിക് ആസിഡ് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മുടെ ആക്നെ വന്നു കഴിയുമ്പോഴത്തേക്കും ചിലർക്ക് ഭയങ്കര ചോന്നിരിക്കത്തില്ലേ, അപ്പൊ അതൊക്കെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് ആണ് ഈ അസീലിക് ആസിഡ്. ഓൾസോ ഇത് പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓൾസോ പ്രഗ്നൻസി സേഫ് ആണ്. സോ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അസീലിക് ആസിഡ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ വേണ്ടി പോകുന്നത് ഹൈഡ്രോക്വിനോൺ എന്നുള്ള
ഒരു ആക്ടീവിനെ പറ്റിയിട്ടാണ്. ഇത് ആക്ച്വലി മെഡിക്കൽ ഗ്രേഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിത് ഒരു ഡെർമാറ്റിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഇത് വാങ്ങിക്കാനോ യൂസ് ചെയ്യാനോ പറ്റത്തില്ല. ഭയങ്കര പവർഫുൾ ആണ്. അത് നമ്മൾ പ്രോപ്പർലി യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിന് റിവേഴ്സ് എഫക്ട് വരും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് വേണം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ. ഹൈഡ്രോക്വിനോൺ നമുക്ക് ഡെർമാറ്റിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് കിട്ടത്തില്ല. പക്ഷെ ഇതിന്റെ ഒരു ഡെറിവേറ്റീവ് എന്ന് പറയുന്നതാണ് ആൽഫ ആർബിട്രിൻ. ആൽഫ ആർബിട്രിൻ വളരെ സേഫും ആൻഡ് ഓൾസോ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മളുടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ആക്റ്റീവ് ആണ് ആൽഫ ആർബിട്രിൻ. ഇത് സേഫും ആണ്, സൈഡ് എഫക്ട്സും ഇല്ല. സോ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. ആൽഫ ആർബിട്രിൻ അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്തതാണ് അക്വലോജിക്കിന്റെ പ്രോഡക്റ്റ്. അടിപൊളിയായിരുന്നു. എനിക്ക് ആ മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല എന്റെ ഓർമ്മ ശരിയാണ്, ഒരു വയലറ്റ് പാക്കേജിംഗിലാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് സോ ഗുഡ്. ഞാൻ ഇവിടെ സ്റ്റുഡിയോയിലും വെച്ചിട്ടുണ്ടാകും, എനിക്ക് വീട്ടിലുണ്ട്. അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഇറ്റ്സ് വെരി നൈസ് ഫോർ ബ്രൈറ്റനിങ്. ഓക്കെ, ആൽഫ ആർബിട്രിൻ. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ നമ്മൾ സംസാരിച്ച ഏതാനും കുറച്ച് ആക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെയൊക്കെ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ളതാണ്. ഞാൻ അല്ലെങ്കിലും എന്റെ ഫ്രണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ വിറ്റമിൻ സി ഒഴിച്ചിട്ട് ഞാൻ ബാക്കി പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. വിറ്റമിൻ സി അലർജിക്ക് ആയതുകൊണ്ടാണ് ഞാൻ വേറെ എക്സ്റ്റേണൽ നമ്മൾ ഹെൽപ്പ് എടുക്കുന്നത്. സോ നല്ല വിറ്റമിൻ സി പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഉള്ള ബ്രാൻഡ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇസ് ഡീകൺസ്ട്രക്ട്. ഡീകൺസ്ട്രക്ട് ഇസ് എൻ അമേസിംഗ് ബ്രാൻഡ്. ഐ ലവ് ഡീകൺസ്ട്രക്ട് ആസ് എ ബ്രാൻഡ്. ഓക്കെ, ദേ ആർ സോ ഗുഡ്. പ്രൊഡക്ട്സ് എല്ലാം അടിപൊളിയാണ്. അവരുടെ വിറ്റമിൻ സി സിറം ഇസ് വെരി ഗുഡ്. പിന്നെ ഉള്ളത് മിനിമലിസ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്നാണ് എന്റെ വിശ്വാസം. മിനിമലിസ്റ്റിന്റെ വിറ്റമിൻ സി സിറം ഇറ്റ്സ് വെരി നൈസ്. ഓൾസോ പ്ലമ്മിന്റെ അകത്ത് എനിക്ക് പ്ലം ഞാൻ ഒത്തിരി ക്രിയേറ്റേഴ്സ് തന്നെ ഭയങ്കര റിവ്യൂ പറഞ്ഞു കേട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പ്ലമ്മിന്റെ വിറ്റമിൻ സി. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. ഡോക്ടർ ഷെറ്റിന്റെ കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. സോ എന്റെ ഏറ്റവും ഫേവറേറ്റ് സൺസ്ക്രീൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡോക്ടർ ഷെറ്റിന്റെ വിറ്റമിൻ സി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഐ തിങ്ക് ഫോക്സ്ടെയിലിനാണ് ഏറ്റവും കൂടുതലുള്ള വിറ്റമിൻ സി അവൈലബിൾ. അതിന് 15% വരെയുള്ള വിറ്റമിൻ സി അവർക്ക് സീറം അവൈലബിൾ ആണ് കേട്ടോ. ഇത് പ്യോറസ്റ്റ് ഫോം ആണ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് നമ്മൾ യൂസ് ചെയ്യാൻ ഒട്ടും തന്നെ സജസ്റ്റ് ചെയ്യത്തില്ല. ഇത് യൂസ് ചെയ്ത് പഴകിയ ആൾക്കാർക്ക് വേണ്ടി മാത്രം ട്രൈ ചെയ്തതിനുള്ളതാണ് ഫോക്സ്ടെയിലില്. പിന്നെ ഡെർമാക്കോൽ അടിപൊളി വിറ്റമിൻ സി ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആൽഫ ആർബിട്രീൻ ആണ്. ആൽഫ ആർബിട്രീൻ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന നല്ല ബ്രാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മിനിമലിസ്റ്റ്, ഡോക്ടർ ഷെത്ത്, ഡെർമാക്കോ, ഡീകൺസ്ട്രക്ട്, ഇത്രയും ബ്രാൻഡിന്റെ അകത്താണ് നമുക്ക് ആൽഫ ആർബിട്രിൻ അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സും പിന്നെ സീറംസും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കോജിക് ആസിഡ് ഡെർമാക്കോളുണ്ട്, ഡോക്ടർ ഷെത്തിന്റെ അകത്തുണ്ട്. ട്രാനക്സിമിക് ആസിഡ് ഈ പറയുന്നത് ഡെർമാക്കോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം അത് യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ അകത്ത് നമുക്ക് ഡെർമാക്കോന്റെ ആ പ്രൊഡക്റ്റ് ട്രാനക്സിമിക് ആസിഡ് മാത്രമല്ല അസീലിക് ആസിഡും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ആണ്. പോളി സാധനമാണ് കേട്ടോ. അപ്പം ഡെർമാക്കോന്റെ അകത്ത് ട്രാനക്സിമിക് ആസിഡ് ഉണ്ട്, മിനിമലിസ്റ്റിന്റെ അകത്തുണ്ട്, ഫോക്സ്ടെയിലിന്റെ അകത്തുണ്ട്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ ഉള്ളതാണ് അസീലിക് ആസിഡ്. അസീലിക് ആസിഡ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൊഡക്റ്റ് ആണ് ഡെർമാക്കോന്റെ അകത്ത് വരുന്ന ആ ഒരു കോമ്പിനേഷൻ പ്രൊഡക്റ്റ് ട്രാനക്സിമിക് ആസിഡ് ആയിട്ടുള്ളത്. പിന്നെ അതല്ലാണ്ട് അസിഡേം എന്ന് പറഞ്ഞിട്ട് നമുക്ക് 10% അസിഡേം എന്ന് പറഞ്ഞിട്ടൊരു ഓയിൻമെന്റ് നമുക്ക് നമ്മുടെ ഫാർമസിയിൽ നിന്ന് നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് നമുക്ക് പ്രിസ്ക്രിപ്ഷന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡ് മംഗളകരമായിട്ട് പൂർത്തിയായിരിക്കുകയാണ്. അതായത് നമ്മുടെ ബ്രൈറ്റനിങ് ആൻഡ് പിഗ്മെന്റേഷൻ റിലേറ്റഡ് കൺസേൺസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ആക്ടീവ്സിന്റെ ഒരു വീഡിയോ ആണത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ആക്ടീവ്. അപ്പൊ ആക്ടീവ്സിന് വേണ്ടിയിട്ട് ഓരോ കൺസേണിന് വേണ്ടി യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ ഒക്കെ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്ട്സിന്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു സീരീസ് ഒരു നല്ലൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകും എന്നാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ. ആൻഡ് ഓൾസോ നമ്മുടെ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നുള്ളതെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാൻ വേണ്ടി മറന്നുകൊണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എന്ത് കൺസേണിനെ പറ്റി സംസാരിക്കണം എന്നുള്ളത് പറയൂ. ബിക്കോസ് ഞാൻ ഓപ്ഷൻസ് തരാം, അതനുസരിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അതായത് നിങ്ങൾക്ക് ഹൈഡ്രേറ്റിംഗ് വേണോ, എക്സ്ഫോളിയേറ്റിംഗ് വേണോ, അല്ലെങ്കിൽ ആന്റി ഏജിങ് വേണോ, ആക്നി ആണോ വേണ്ടത്, അതോ ബാരിയർ റിപ്പയർ ആണോ വേണ്ടത്. അപ്പൊ ഇങ്ങനെ 4-5 ഓപ്ഷൻ ഞാൻ തരുകയാണ്. ഏറ്റവും കൂടുതൽ കമന്റ്സ് എന്തിനാണ് വരുന്നത് അത് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് ചെയ്യാം. എന്തായാലും ഈ ടോപ്പിക് ഒക്കെ നമ്മൾ സംസാരിക്കും. പക്ഷേ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് ഞാൻ ഏത് വേണം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആന്റി ഏജിങ്, ആക്നെ, ബാരിയർ റിപ്പയർ, എക്സ്ഫോളിയേറ്റിംഗ്, ഹൈഡ്രേറ്റിംഗ് ഏത് വേണമെന്നുള്ളത് വേഗം തന്നെ കമന്റ് ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നുമാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നോളാം. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.